അധപ്പതിച്ചു പോയ നമ്മൾ, അത് ശരിക്കങ്ങ് പറയണം. അതാണ് നമ്മൾ അധപ്പതിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കണ്ട. അധപ്പതിച്ച നമ്മളെ അവിടുന്ന് സമുദ്ധരിച്ചു. ഇത് വിശ്വസിക്കുക. പാപം മൂലം മൃതരായ നമ്മളെ അവിടുന്ന് ജീവിപ്പിച്ചു. പാപികളായ നമ്മുടെ കടങ്ങൾ ക്ഷമിച്ചു, വിശുദ്ധീകരിച്ചു. പിന്നെ അടുത്തെന്താ? ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഇതൊക്കെ നമ്മൾ വെറും ഒരു ചുമ്മാ പറഞ്ഞു പോയാൽ മതിയോ? ഇതൊരു സത്യമല്ലേ? ഇത് നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇത് അനുഭവിക്കുന്നുണ്ടോ? നമ്മളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ശരിക്ക് എന്തോ ഒരു വലിയ വിസ്മയമാണിത്. എന്തോ ഒരു വലിയ വിസ്മയമാണിത്. ഞാൻ കുർബാനയെക്കുറിച്ച് ടോക്ക് തരണില്ല ഇവിടെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സിലബസ് കംപ്ലീറ്റ് ആവില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സൂചന നൽകാം. 27 വർഷം മുമ്പ് ഈ സീറോ മലബാർ റാസ കുർബാനയെക്കുറിച്ച് നമ്മുടെ സെമിനാരിയിൽ, ഏത് സെമിനാരി? കോട്ടയം വടവാതൂർ സെമിനാരിയിൽ അന്ന് ഞാൻ അവതരിപ്പിച്ച ക്ലാസ് ഒരു ക്ലാസിക് സംഭവമായിരുന്നു. അന്നത്തെ ആ ധ്യാനം കൂടിയ അച്ഛന്മാരെല്ലാം ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, പ്രത്യേകിച്ച് സോജി ഓലിയക്കലച്ചനെല്ലാം പറയും ഇപ്പോഴും, ഞാൻ എന്നും ബ്രദറിനെ കുർബാനയിൽ ഓർക്കാറുണ്ടെന്ന് പറയും. അതെന്താ? ഞാനിപ്പോഴും ജീവിച്ചിരിക്കുകയാണല്ലോ, ഇപ്പം എന്നെ അങ്ങനെ ഓർക്കണം എന്തിനാന്ന്? അച്ഛൻ പറയാണ്, ആ സെമിനാരി ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സെമിനാരിയിൽ എന്തെല്ലാം പഠിച്ചാലും അന്ന് കുർബാനയെക്കുറിച്ച് നൽകിയ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് അർപ്പിച്ച റാസ കുർബാനയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമാണ്. എന്നും ആ റെഫറൻസിലാണ് കുർബാന ചൊല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊരു ക്ലാസിക്. അപ്പം അത് കുറേ സമയമെടുക്കും, ഒരു 2.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇപ്പം അച്ഛൻ വിവരിച്ച കാര്യം ഞാൻ വിവരിക്കുമ്പോൾ 2.5 മണിക്കൂർ എടുക്കും അതിൻ്റെ വിവരണം. അത് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ കുർബാന. ഇത്രയും സെമിനാരിയിൽ അന്നൊരു തിയോളജി പഠിക്കാത്ത എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിച്ചു. അപ്പോൾ കർത്താവ് അതിന് ചെയ്തൊരു സൂത്രം ഇങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, നീ കുർബാനയെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനെങ്ങനെയാണ് ഇവർ തിയോളജി പഠിച്ച് ഇത്രയും വലിയ തിയോളജിയൻസ് ആയിട്ടുള്ളവരോട് ഞാനെന്താ പറയണേ? ഇതാണ് കർത്താവ് നമ്മളെ നയിക്കും. പറയാണ്, നീ ഇങ്ങനെ പറയണം. ഒരു അൽമായൻ്റെ കാഴ്ചപ്പാടും അനുഭവത്തിലും എങ്ങനെയാണ് വിശുദ്ധ കുർബാന എന്ന് ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കണം. ഒരു അൽമായൻ്റെ കാഴ്ചപ്പാടും അനുഭവം. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകും. ഞാൻ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ഈ കുർബാന പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണ് പറയണതും അനുഭവമാണ്. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായി. ഒരു അൽമായൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ്. അപ്പം അന്ന് എന്നെ ധ്യാനിപ്പിക്കാൻ ഇതെല്ലാം നിങ്ങൾ അറിയേണ്ടതിന് 2 കാരണമുണ്ട്. ഒന്ന്, നമ്മൾ വിചാരിക്കരുത് അൽമായരായ നമുക്ക് വേദിയില്ല എന്നോ നമ്മൾക്ക് പ്രോത്സാഹനമില്ല എന്നൊന്നും വിചാരിക്കരുത്. ഈ ഭാരതത്തിൽ ആദ്യമായിട്ട് ഈ 2 അല്ലെങ്കിൽ മിക്ക സെമിനാരികളിലും എന്നെ കൊണ്ട് ധ്യാനിപ്പിച്ചു. അപ്പം അന്ന് നമ്മൾ, അച്ചോ താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ അരിക്കാട്ടച്ചനാണ് അന്ന് സെമിനാരിയിലെ സ്പിരിച്വൽ ഡയറക്ടർ. അപ്പോൾ അരിക്കാട്ടച്ചൻ ഒരു കരിസ്മാറ്റിക് അനുഭാവി കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ കേരളം മുഴുവനും നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും കൺവെൻഷനുകൾ, കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ, ചങ്ങനാശ്ശേരി കൺവെൻഷൻ, പാലാ കൺവെൻഷൻ,
അപ്പോൾ അച്ഛന് എങ്ങനെയെങ്കിലും ഈ തോമസ് പോളിനെ അവിടെ കൊണ്ടുവന്നൊന്ന് കാണിക്കണം. പക്ഷെ സെമിനാരിയിൽ അവരാരും സമ്മതിക്കണില്ല. ഒരു തിയോളജി പഠിക്കാത്ത ഒരാളെ കൊണ്ട് തിയോളജിയൻസിനെ എങ്ങനെ ധ്യാനിപ്പിക്കണേ? അച്ഛൻ പറയണത് അതിന് നമ്മൾക്ക് തിയോളജി അറിയാലോ, നമ്മൾ തിയോളജി പഠിച്ചവരല്ലേ. ഇയാൾ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ തിയോളജിയൻസ് ഒരുപാടുണ്ടല്ലോ. അച്ഛൻ പറയണ ഒരു കാര്യം, ഞാനിതിപ്പോൾ എന്നെ പൊക്കി പറയാൻ വേണ്ടിയല്ല, ഇത് നമ്മളെല്ലാം അൽമായരായ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സാധാരണക്കാരൻ ഈ കേരളത്തിൽ ഉടനീളം വിശുദ്ധീകരണ ധ്യാനം നടത്തി വലിയ ജനങ്ങളെ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇയാളുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു കണക്കിന് സംഭവം പാസ്സായി. അങ്ങനെ ധ്യാനം ആരംഭിച്ചു. ആദ്യമൊക്കെ കുറച്ച് തന്നെ കളിയാക്കിയൊക്കെ ചെയ്തു, ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം മുതൽ വളരെ സീരിയസ് ആയി. കളിയാക്കൽ അധികം ആലുവയിലായിരുന്നു. അവിടെ ഈ വടവാതൂര് ദേ വർ വെരി സീരിയസ്, വെരി റിസപ്റ്റീവ്. എല്ലാ പ്രൊഫസർമാരും പ്രത്യേകിച്ച് റെക്ടർ അച്ഛനും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ്സും വിശുദ്ധിയെക്കുറിച്ചും വ്യക്തിപരമായ പ്രാർത്ഥനയും ഇതെല്ലാം ശരിക്കും ഞാൻ തന്നെ 1 മണിക്കൂർ എല്ലാ ദിവസവും അവരെ ഇരുത്തി വ്യക്തിപരമായ വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തി. അങ്ങനെ പോയി അവസാനം കുർബാനയിൽ അപ്പം ഈ നമ്മുടെ റാസ കുർബാനയുടെ ഒരു പ്രത്യേകത, അതിനെ നടുക്ക് വിരി ചുംബനം എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വളരെയധികം വിസ്തരിച്ച് പറഞ്ഞു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കിട്ടുന്ന ഒരു നിമിഷമാണത്. അതിൽ വൈദികൻ സാഷ്ടാംഗം വീണ് 4 ദിക്കിലും സാഷ്ടാംഗം വീണ് 3 പ്രാവശ്യം വിരി ചുംബിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായേ ആദ പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ, സ്വർഗത്തിൽ നിന്നും ഇതാ റൂഹാ വന്നു വസിപ്പൂ, മിശിഹാദം ഇണഗാത്രങ്ങൾ പാവനമാക്കുമീ യാഗത്തിൽ. ഈ റുഹാഷണ പ്രാർത്ഥന ആലപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ഈശോയുടെ ശരീരത്തിൽ ഉയർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വന്നു, ഈശോയെ ഉയർപ്പിച്ചു. ആ ശരീരം നമ്മളാണ് ആ ശരീരം. അതുകൊണ്ടാണ് ജനമധ്യത്തിൽ വന്നിട്ട് ഈ സമയത്ത് വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങുണ്ടായിട്ട് എല്ലാവരും വാവിട്ട് കരയാൻ തുടങ്ങി. ഇതാണ് എൻ്റെ അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് പോയിന്റ്. അത് അതേമാതിരി ഞാൻ അവതരിപ്പിച്ചിട്ട് ആ റുഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും ആത്മാവ് കൊണ്ടങ്ങ് നിറയും. നമ്മൾ ധ്യാനത്തിലേക്ക് ഉണ്ടാകുന്ന അഭിഷേക പ്രാർത്ഥനയെക്കാളും വലിയ അഭിഷേകമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കൺവെൻഷൻ സമയത്ത് അവിടുത്തെ കൊച്ചച്ഛന് അവിടെ നിൽക്കാൻ പറ്റാണ്ട് ഓടിപ്പോയി, കണ്ണീര് വാവിട്ടങ്ങ് കരച്ചിൽ വന്നിട്ട് കൊച്ചച്ഛൻ പള്ളിയുടെ അമ്മയിലേക്ക് ഓടിപ്പോയി. പിന്നീട് കാലത്താണ് അച്ഛനെ ഞാൻ ജർമ്മനിയിൽ കണ്ടപ്പോൾ പറയാണ്, അച്ഛൻ എന്താണ്. അപ്പം ചങ്ങനാശ്ശേരിയിലൊക്കെ ഞാൻ ഈ കൺവെൻഷനിൽ റാസ കുർബാന ഇങ്ങനെ ആഘോഷമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെല്ലുമായിരുന്നു. അതുകൊണ്ട് എന്തു പറയാനാ, പാവത്തി പിതാവിനെയൊക്കെ എന്നോട് എന്തോ ഒരു സ്നേഹമാണെന്നറിയാം.
എന്നെ അടുത്തിരുത്തി എന്നോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുമായിരുന്നു ഈ കുർബാനയുടെ കാര്യങ്ങളൊക്കെ. അവസാനം അപ്പോൾ സാധാരണ സെമിനാരിയിലൊക്കെ ധ്യാനം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ്, അതായത് സെമിനാരിയുടെ അവരുടെ തിയോളജി സ്റ്റുഡൻസ് ആരെങ്കിലും നന്ദി പറഞ്ഞ് ഒരു പുസ്തകമൊക്കെ സമ്മാനിക്കും. പക്ഷെ ഇവിടെ റെക്ടറച്ചൻ തന്നെ വന്ന് നന്ദി പറയാൻ. അപ്പോഴെല്ലാവരും അപ്പോൾ എന്നെ പ്രത്യേകം കസേരക്കിട്ട് അവിടെ ഇരുത്തി. അച്ഛൻ പറയാണ്, ഞാൻ 50 വർഷമായി ഒരു വൈദികനായിട്ട്. അതിനു മുമ്പ് 10 വർഷത്തോളം സെമിനാരിയിലും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 50, 60 വർഷം എല്ലാ വർഷവും വാർഷിക ധ്യാനം കൂടുമായിരുന്നു. എന്നാൽ ഇതുപോലെ ഒരു ധ്യാനം കൂടിയിട്ടില്ല. അത് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും, അദ്ദേഹം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നേ, സക്കറിയാസ് എലിപ്പുലിക്കാട്ടിൽ, എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും. പറനിലം ഇറന്ന് ഒരു റെഫറൻസാണത്. ആ കുർബാന ഇന്നും എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഇതൊന്ന് അവതരിപ്പിക്കാൻ എനിക്കൊരു വേദി തായോ, ഇന്നും ഞാനത് അവതരിപ്പിക്കാം. അപ്പോൾ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊരു ധ്യാനം കിട്ടിയാൽ എല്ലാ ധ്യാനത്തിലും ഞാൻ ഈ റാസ കുർബാനയെക്കുറിച്ച് വിശദീകരിച്ച്, പ്രത്യേകിച്ച് ചില അച്ഛന്മാരെനിക്കറിയാം റാസ കുർബാന അർപ്പിക്കുന്നതിൽ വളരെ അതിൻ്റെ രഹസ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് അർപ്പിക്കുന്ന ഒന്ന് ചങ്ങനാശ്ശേരിയിലെ ചാൻസലർ അച്ഛൻ, അവർ അങ്ങനെയൊക്കെ ചിലവരറിയാം. അവരെ വിളിച്ച് ആ അനുഭവത്തോടെ ഓരോ പ്രാർത്ഥനകളും ഫോക്കസ് ചെയ്യേണ്ടടുത്ത് ഫോക്കസ് ചെയ്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച്, അതുപോലെ എല്ലാ ഗാനങ്ങളും. ഞാൻ അമേരിക്കയിൽ വെച്ചൊരു സ്ഥലത്ത് ഇതേമാതിരി റാസ കുർബാന അർപ്പിക്കാൻ ഞാൻ പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചു. അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ ഇപ്പോൾ അച്ഛൻ കേരളത്തിലാണ്. ഈ ഇടയ്ക്ക് ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹം പുഞ്ചയിൽ. അപ്പോൾ അച്ഛൻ സ്ഥിരം റാസ കുർബാനയുടെ എക്സ്പെർട്ടാണ്. അച്ഛൻ റാസ കുർബാന അർപ്പിക്കാൻ എല്ലാവരും അച്ഛനെ വിളിക്കണം. അങ്ങനെ ചിലവർക്ക് അതിൻ്റെ ഇതുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തെ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ പൗലോസ്ലിയുടെ ഒരു പ്രിയനാണ് ഞാൻ. അത് വേറൊരു തീമാണ്. അപ്പം അതിൽ പൗലോസ്ലിയുടെ ലേഖനം വായിക്കുന്നതിന് കണ്ട ഒരു പുസ്തകം തന്നെ, ഒരു കുർബാന പുസ്തകം തന്നെ, അതൊന്ന് ഞാൻ അവതരിപ്പിക്കാം. എല്ലാം മാറ്റിയോ? ഓക്കെ. അപ്പോൾ സകലീശ്വരനാണ് അപ്പോൾ അവിടെ 2 കാര്യം അതിനകത്ത് എനിക്ക് എടുത്തു പറയാൻ തോന്നാണ്. സകലേശ്വരൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്. എന്താണ് അതിലില്ലേ? അതിൻ്റെ ഓക്കെ. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് എക്സാക്ട്ലി, നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇതാണ് നമ്മളൊരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. സാവൂലെന്നായൂതൻ കേട്ടോ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ, മിശിഹ അവനിൽ തൻ നിയമത്താൽ ആഴ്ച പകർന്നു. ഇതാണ് സത്യം.
അതാണ് മിശിഹായുടെ നിയമം. സാവൂലെന്ന യൂതൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ. അതായത് ഇതൊക്കെ കംപ്ലീറ്റ് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. ഫരിസേയര് അല്ലെങ്കിൽ യഹൂദര് നിയമത്താലുള്ള ഒരു തിരശീലയുടെ അകത്താണ്. അവരുടെ മുഖം തിരശീല. മോശ ആ നിയമവുമായിട്ട് വന്നപ്പോഴും തിരശീല ഇട്ടിട്ടാണ് വന്നത്. ആ തിരശീലയ്ക്ക് പല അർത്ഥമുണ്ട്. എനിവേ, തിരശീലകളാൽ അന്ധൻ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. പിന്നെന്താണ് ഒരു വരിയും കൂടി ഉള്ളത്? ഇസ്രായേൽ. ഓക്കെ, എനിവേ, അപ്പോൾ പറയാൻ വന്നത് ഇതാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. ഈ പൗലോസ്ലീഹയുടെ ലേഖനവും ഈ പറഞ്ഞിരിക്കുന്ന കിട്ടിയോ? ആ പുസ്തകം കിട്ടിയോ? അപ്പോൾ അവിടെ ആ സകലേശ്വരനാവിധങ്ങളടുത്ത് അതിൻ്റെ ഗദ്യഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, വരുവിൻ നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ എന്ന്. വരുവിൻ നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ. കർത്താവ് വന്നു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്കിൽ 1,00,000 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ കടമുണ്ട്. ബാങ്കുകാർ നിങ്ങൾക്ക് റിമൈൻഡർ അയച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് കൊടുക്കാനായിട്ടൊരു വഴിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ്, നിങ്ങളുടെ കടമെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കണം, വന്ന് കടപ്പത്രം തിരിച്ചു മേടിക്കാൻ. ആരടച്ച്? കർത്താവ് ശോഭിച്ച. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. കിട്ടിയ മോനെ ആ പുസ്തകം കിട്ടിയ? അതിനകത്തുനിന്ന് കാണിച്ചത്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കത് സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെ എളുപ്പം അങ്ങ് അടയ്ക്കണ്ട, കുറച്ച് നിങ്ങളെ. അപ്പോൾ ഇവിടെ ഇതാണ്, നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ, പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ഇതാണ് പദ്യമെങ്കിൽ അതിൻ്റെ ഗദ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരിച്ചു കൊണ്ടുപോകുവിൻ. ഇതെല്ലാം ഇങ്ങനെ വായിച്ച് പഠിക്കുക, ഓരോരോ സെൻറ്റൻസ്. ഐ ബിലീവ് ഇറ്റ്. ഇതാണ് ദൈവനീതി. നിങ്ങളുടെ കടം ഇളവ് ചെയ്തു തന്നേക്കണം. അപ്പം ഇതാണ് ഒരാൾ 10,000 താലന്ത് കടമുണ്ടായിരുന്ന ആളുടെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. നിങ്ങൾക്കറിയോ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടാണ്? അപ്പോൾ 10,000 താലന്ത് ഇളവ് ചെയ്തു കൊടുത്തു. പക്ഷേ അയാൾ പുറത്തിറങ്ങിയപ്പോൾ 100 ദനാറ കടമുണ്ടായിരുന്നവൻ്റെ കുരക്കിന് പിടിച്ചിട്ടൊന്ന് വെക്കണ പൈസ ഇവിടെ നിന്ന്. അതായത് 10,000 ദനാറയാണ് ഒരു താലന്ത്. എന്താലോചിച്ചു നോക്ക്. 10,000 താലന്ത് ഇവന് ഇളവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 10,000 × 10,000 ദനാറ അവന് ഇളവ് ചെയ്ത് കൊടുത്തിട്ട് അവൻ 100 ദനാറ ഇളവ് ചെയ്യാനുള്ളവനെ പീഡിപ്പിച്ചു. ഇത് മുതലാളിയെ യജമാനെ അറിയിച്ചപ്പോൾ അയാൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, നിന്നോട് ഞാൻ ഇളവ് ചെയ്ത മാതിരി നീ എന്തുകൊണ്ട് മറ്റവൻ ഇളവ് ചെയ്ത് കൊടുത്തില്ല? അതുകൊണ്ട് നിന്റെ ആ കട ഞാൻ തിരിച്ചു പിടിക്കണം. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതകാലത്ത് അവൻ്റെ ജീവിതം മുഴുവനും അധ്വാനിച്ചാലും
കൊടുക്കാൻ പറ്റാത്ത ഒരു തുകയാണ്. അതെന്താണ്? അത് ജന്മപാപമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാളുടെ ജീവിതത്തിൽ അവൻ എത്രത്തോളം അധ്വാനിച്ചാലും അവന് തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് അവൻ്റെ ജന്മപാപമാണ്. അത് കർത്താവ് ഇളവ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ഇളവ് ചെയ്ത് കൊടുത്തുവെങ്കിൽ അതിൻ്റെ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നാമും മറ്റുള്ളവർക്ക് ആ മനോഭാവത്തിൽ അവരുടെ കടങ്ങളും അവരുടെ തെറ്റുകളും അൺകണ്ടീഷണലായിട്ട് പൊറുക്കണം. എനിവേ, ഇതെല്ലാം ഞാൻ പറയണു എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ എവിടെയെങ്കിലും ആരുടെ എല്ലാം ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിയെ പ്രകാശിപ്പിക്കാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത ടോപ്പിക്ക് നമുക്കൊന്ന് സ്തുതിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. വളരെ പ്രധാനമായൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. താങ്ക് യു. നമുക്കൊന്ന് സ്തുതിക്കാം, എഴുന്നേറ്റൊന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യെസ്, ഇരിക്കാം.